ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ A1-ൻ്റെ എക്സാം പ്രിപ്പറേഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ നമുക്ക് 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. ലേസൺ, സ്പ്രഹൻ, ഷ്രൈബൻ, ഹിയോറൻ. ഓക്കെ, 4 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഇതിനകത്ത് ഓരോ മൊഡ്യൂളിലും എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നുള്ള ഒരു ഔട്ട്ലൈനും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഷ്രൈബൻ എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഷ്രൈബൻ നമുക്ക് 20 മിനിറ്റ്സ് ആണ് വരുന്നത്. 20 മിനിറ്റ്സ് ആണ്. 2 ടൈലായിരിക്കും ഉണ്ടാവുന്നത്. 20 മിനിറ്റ്സും 2 ടൈലും ആയിരിക്കും നമുക്ക് ഷ്രൈബൻ ഉണ്ടാവുന്നത്. ഫസ്റ്റ് ടൈൽ എന്ന് പറയുന്നത് ഒരു ഫോം ഫില്ല് ചെയ്യാനായിരിക്കും. മേലെ കൊടുത്തിട്ടുള്ള ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇതിനകത്ത് കൊടുത്ത കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ മിസ്സായിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ് ഇവിടെ എടുത്ത് എഴുതാനായിരിക്കും ഫസ്റ്റ് ടൈൽ വരുന്നത്. ഓക്കെ, നോക്കാം. Ihre Freundin Jonne Legren aus Frankreich, geboren am 17. August 1993 in Lyon, möchte vom 1 bis zum 28. August einen Deutschkurs in Deutschland besuchen. Sie hat schon 6 Monate Deutsch gelernt. Sie hat am Vormittag Zeit. In der Schule hat sie Englisch gelernt. Helfen Sie Ihrer Freundin und schreiben Sie die 5 fehlenden Informationen in das Formular. Am Ende schreiben Sie Ihre Lösung bitte auf den Antwortbogen. ഓക്കെ, ഒരു സ്പ്രാഹൻ ഷൂളയുടെ അൺമെൽഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടുത്തെ ഉള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ ഫാമിലിയനാമെ, ഫോർനാമെ, ഗബുഡ്സ് ഡാറ്റം, ഇവിടെ ഉള്ള കുറച്ച് ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇല്ലാത്ത കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഗബുഡ് സോർട്ട് ഇവിടെ ബ്ലാങ്ക് ആയി കിടക്കുകയാണ്. അത് നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഗബുഡ് സോർട്ട് എന്താണെന്നുള്ളത് എടുത്ത് എഴുതണം. അതുപോലെ അംദരെ, സ്പ്രാഹൻ, വീലാങ്ങെ, കുഡ്സ്റ്റെർമിൻ, കുഡ്സൈറ്റ് ഇതെല്ലാം നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് എടുത്ത് എഴുതണം. ഓക്കെ, ഗബുഡ് സോർട്ട് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാ ഗബോറൻ ആം 17 ഗബുഡ് സോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗബോറൻ ആം 17 April 1993 ഇൻ ലിയോൺ. അപ്പോൾ ഗബുഡ് സോർട്ട് ഏതാ? ഗബുഡ് സോർട്ട് എന്ന് പറഞ്ഞാൽ ബർത്ത് പ്ലേസ് എവിടെയാണ്? ലിയോൺ. അപ്പോൾ ഈ ഫില്ല് ചെയ്യേണ്ട സ്ഥലത്ത് എടുത്ത് എഴുതുക ലിയോൺ. ഓക്കെ, ദെൻ അടുത്തത് മുട്ടർസ്പ്രാഹെ, അത് ഫ്രാൻസ് ജോസിഷ്. കാരണം അയാൾ എവിടെയാണ്? ഫ്രാങ്ക് റൈഷ്. ഓക്കെ, ദെൻ അടുത്തത് ചോദിച്ചേക്കുന്നത് അന്തരെ സ്പ്രാഹൻ, വേറെ ഏത് ലാംഗ്വേജ് അറിയാമെന്നാണ്. മുട്ടർസ്പ്രാഹെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഫ്രാൻസ് ജോസിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് അന്തരെ സ്പ്രാഹെ ഏതാണെന്നാണ്, അനദർ ലാംഗ്വേജ് ഏതാണെന്നാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻ ദർ ഷൂളെ ഹാഡ് സി ഇംഗ്ലീഷ് ഗലേൺഡ്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്തരെ സ്പ്രാഹൻ്റെ അവിടെ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് എന്ന് എഴുതുക. കേഴ്സീവ് എഴുതാൻ പാടില്ല. ഇത് ഇപ്പം എന്നോട് യൂസ് ചെയ്യുന്ന സമയത്ത് കേഴ്സീവ് ഓട്ടോമാറ്റിക്കലി ആയി പോകുന്നതാണ്. ഓക്കെ, അടുത്തത് വീലാങ്ങെ, എത്ര കാലമായിട്ട് ജർമ്മൻ അറിയാം, അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ത്? സി ഹാഡ് ഷോൺ 6 Monate Deutsch gelernt. 6 months ആയിട്ട് എന്തുണ്ട്? ജർമ്മൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 6 Monate എന്നിവിടെ കൊടുക്കാം. ഓക്കെ, അടുത്തത് കുർസ്റ്റെർമിനെ പറ്റിയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, Ein bis zum 28. August einen Deutschkurs in Deutschland besuchen. അപ്പോൾ ഇവിടെ എന്ത് എഴുതുക? Ein bis zum 20. അടുത്തത് കുർസ് സൈറ്റ് ചോദിച്ചിട്ടുണ്ട്. ഏത് ടൈമാണ് പറഞ്ഞേക്കുന്നത്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്? ഫോർമിറ്റാഗ് സൈറ്റ് ഉണ്ടെന്ന്. ഫോർമിറ്റാഗ് എന്ന് പറയുന്നത് മോർണിംഗ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് 3 ടൈംസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫോർമിറ്റാഗ് എന്നുള്ള ടൈം ഏതാ? ഫസ്റ്റത്തെ ആണ് അല്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? ഇങ്ങനെ ക്രോസ് ചെയ്യുക, ആ ആൻസർ ക്രോസ് ചെയ്യുക. അതുപോലെ ഷോൺ ഡോയ്ഷ് ഗലേൺഡ് എന്നുള്ളതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ജർമ്മൻ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് അല്ലേ? അപ്പോൾ ആ യാ അല്ലെങ്കിൽ 9 എന്ന് 2 കോളം അതിനകത്ത് യാ എന്നാണെങ്കിൽ ഇങ്ങനെ ക്രോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഷ്രൈബൻ്റെ ഫസ്റ്റ് ടൈൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇവിടെ കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ടാകും, എന്നിട്ട് താഴെ കൊടുത്ത ഫോം ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇതാണ് ഷ്രൈബനിലെ ഫസ്റ്റ് ടൈൽ നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി ഷ്രൈബൻ്റെ സെക്കൻഡ് ടൈലാണ്. സെക്കൻഡ് ടൈൽ എന്ന് പറയുന്നത് അപ്പോൾ ടൈൽ 2, ഷ്രൈബൻ്റെ ടൈൽ 2. Ihr neuer Kollege Herr Jensch lädt Sie am Dienstag um 15 Uhr zu seiner Geburtstag im Büro ein. Schreiben Sie Herr Jensch eine E-Mail. Warum schreiben Sie? Sagen Sie später kommen, fragen Sie helfen. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൊളീഗ് ഹെർ യൻഷ് എന്ന് പറയുന്ന ആള് നിങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? ആളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ വെച്ച് നടക്കുന്ന ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ യൻഷ് എന്ന് പറയുന്ന ആൾക്ക് ഒരു ലെറ്റർ എഴുതാണ് വേണ്ടത്. ഓക്കെ, ആ ലെറ്ററിൽ ഉണ്ടായിരിക്കേണ്ട 3 പോയിന്റ് എന്ന് പറയുന്നത്
ഒന്ന് വാറും ഷ്രൈബൻ സി എന്തിനാണ് ലെറ്റർ എഴുതുന്നത്. രണ്ടാമത്തത് പറയണം സ്പേറ്റർ കൊമൻ നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് എത്തുക എന്ന് പറയണം. മൂന്നാമത്തത് ഫ്രാഗൻസി ഹെൽഫൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കണം. ഓക്കെ, ഈ 3 പോയിന്റ്സ് എന്തുണ്ടായിരിക്കണം ആ ലെറ്ററിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. ആൻഡ് ഓൾസോ 30 വേർഡ്സിനുള്ളിൽ ഈ ലെറ്ററിൽ 30 വേർഡ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ ലെറ്റർ ആണ്. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിൻ്റെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് ലീബെ. ഓക്കെ, ലെറ്റർ എഴുതേണ്ട ഫോർമാറ്റിൽ സ്റ്റാർട്ടിങ് ഉണ്ടായിരിക്കേണ്ടത് ഒന്ന് എന്ന് പറയുന്നത് ലീബെ അല്ലെങ്കിൽ ലീബർ. ലീബർ എന്ന് വന്നത് ഇവിടെ കൊടുത്തേക്കുന്ന നെയിം ഒരു മസ്കുലിൻ നെയിം ആണെന്നുണ്ടെങ്കിൽ ലീബർ വരും. ഇനി ഒരു ഫെമിനിൻ നെയിം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ലീബെ എന്നേ കൊടുക്കുള്ളൂ, ഈ ആർ ഉണ്ടാവത്തില്ല. ഇപ്പോൾ ലീബെ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീമെയിൽ നെയിം, മസ്കുലിൻ നെയിം ആണെങ്കിൽ ലീബർ ഒന്നുകൂടെയാണേ, ലീബർ എന്ന് പറഞ്ഞിട്ട് മസ്കുലിൻ നെയിം ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അതാണ് ലെറ്ററിൻ്റെ സ്റ്റാർട്ടിങ് ഫോർമാറ്റ്. ആൻഡ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. അത് കഴിഞ്ഞ് കോമ. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ലെറ്റർ എഴുതുന്ന സമയത്ത് എങ്ങനെയാണ്, ഇപ്പോൾ ഡിയർ എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും, ദെൻ പിന്നെ നമ്മൾ ഇവിടെ നിന്നായിരിക്കും എഴുതി തുടങ്ങുന്നത് അല്ലേ. പക്ഷെ ജർമ്മനിൽ അങ്ങനെയല്ല, എല്ലാം ഒറ്റ പ്ലേസ് തന്നെ ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ നിന്ന് ലീബർ ഹെറിയൻഷ് എന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഫീലൻഡ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ എഴുതി പോകരുത്. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേ പ്ലേസ് തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ലീബർ ഹെറിയൻഷ്, ലീബർ എന്ന് പറഞ്ഞിട്ട് ആളുടെ പേര് എഴുതുക, ദെൻ കോമ ഇടാം. കോമയ്ക്ക് ശേഷം വരുന്നത് ക്യാപിറ്റൽ ആവരുത്. നമ്മൾ ജർമ്മനിൽ എക്സാം എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ആണോ സ്മോൾ ലെറ്റർ ആണോ നൗണ് ഫുൾ സ്റ്റോപ്പ് കോമ എല്ലാം കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ നമ്മൾ ഒരാൾ ഇൻവൈറ്റ് ചെയ്ത ലെറ്റർ ആണല്ലേ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് പറയണം, ഒരു താങ്ക്സ് പറയണം. ഫീലൻ ദങ് ഫ്യൂർ ദൈന ഐൻലാഡും, നിങ്ങളുടെ ഇൻവിറ്റേഷന് നന്ദി. ദെൻ അതിന് ശേഷം സുവേസ്റ്റ് മ്യോഷ്ടെ ഇഷ്മിഷ് എൻഷുൾഡിഗൻ, എന്താ നമ്മൾ വരാൻ ലേറ്റ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളോട് അപ്പോളജൈസ് ചെയ്യുന്നു എന്ന് പറയാം. സുവേസ്റ്റ് മ്യോഷ്ടെ ഇഷ്മിഷ് എൻഷുൾഡിഗൻ. Then, leider kann ich nicht am Dienstag um 15 Uhr zu deiner Geburtstagsfeier im Büro kommen. Unfortunately, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ഈ 15 Uhr 3 മണിക്കുള്ള നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വരാൻ പറ്റില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ ലെറ്റർ എഴുതുന്നതെന്ന് പറയണം. എന്തിനാണ് ഞാനിപ്പോൾ ലെറ്റർ എഴുതുന്നത്, എനിക്ക് ആ സമയത്ത് ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാം. പിന്നെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്ക്, നിങ്ങൾക്ക് എപ്പോൾ വരാൻ പറ്റും എന്നുള്ളൊരു ആൻസർ അവിടെ കൊടുക്കണം. കാരണം എന്താ, സ്പേറ്റർ. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, സ്പേറ്റർ കൊമ്മൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പേറ്റർ കൊമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ആയിട്ട് വരും. ഓക്കെ, ലേറ്റ് ആയിട്ട് വരുന്ന പറയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വരാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുശേഷം പറയാം ദെൻ ഇഷ് ഹാബെ ഐനൻ ടെർമിൻ ബൈ ആർട്സ്. വരാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു, എന്നിട്ട് കാരണം പറയാം. ബിക്കോസ് എന്താണ്, എനിക്ക് ഡോക്ടറിൻ്റെ അടുത്തൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്. അതിനുശേഷം ഇനി എപ്പോൾ വരാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് എപ്പോൾ വരാൻ പറ്റും എന്നുള്ളത് ആഡ് ചെയ്യണം. aber ich kann um 16 Uhr kommen. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 മണിക്ക് വരാൻ പറ്റും. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 മണിക്ക് വരാൻ പറ്റില്ല. ബർത്ത്ഡേ പാർട്ടി 3 മണിക്കാണ് ഓഫീസിൽ വെച്ചിട്ട്, അതിന് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, വരാൻ പറ്റില്ല. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് 4 മണിക്ക് വരാൻ പറ്റും. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് വരാൻ പറ്റില്ല എന്നുള്ള കാര്യം പറയുക. ദെൻ എന്തുകൊണ്ട്, റീസൺ പറയാം. ദെൻ ബിക്കോസ് ഇഷ് ഹാബെ ഐനൻ ടെർമിൻ ബൈ ആർട്സ്, എനിക്ക് എന്തുണ്ട്, ഡോക്ടർ എടുത്തൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്, അത് പറയാം. ദെൻ അതിന് ശേഷം എപ്പോൾ വരാൻ പറ്റും എന്നുള്ളത് പറയാം. aber ich kann um 16 Uhr kommen, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 മണിക്ക് വരാൻ പറ്റും. ഓക്കെ, അതിനുശേഷം can ich dir helfen, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിക്കുക. അപ്പോൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് നമ്മൾ ചോദിക്കുക, can ich dir helfen. ദെൻ അതിന് ശേഷം പറയുക, എന്താ പറയുക, ich kann einen Kuchen mitbringen, വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം, ഒരു ബർത്ത്ഡേ പാർട്ടി ആണല്ലോ, അപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു കേക്ക് കൊണ്ടുവരാം എന്ന് പറയാം. ദെൻ അതിന് ശേഷം ലാസ്റ്റ് ich warte auf deine Antwort. ich warte auf deine Antwort, ഞാൻ നിന്റെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയാം. ലാസ്റ്റ് ലീബെ ഗ്രൂസെ, ലീബെ ഗ്രൂസെ ക്രോളോപ്പ്, നിങ്ങളുടെ പേരാണ് ഇവിടെ ഈ ലെറ്റർ നിങ്ങൾ എഴുതുന്നത്. ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് എഴുതുക, അല്ലെങ്കിൽ ആരാണ് ലെറ്റർ എഴുതുന്നുണ്ടെങ്കിൽ അവരുടെ പേര് എഴുതുക. പിന്നെ എക്സാമിന് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഒന്നും എഴുതരുത്, ഏതെങ്കിലും ജർമ്മൻ നെയിംസ് തന്നെ മാക്സിമം എഴുതാൻ നോക്കുക. അതുപോലെ ലീബെ ഗ്രൂസെ ലാസ്റ്റ് എഴുതേണ്ട ഫോമാറ്റാണ് ലീബെ ഗ്രൂസെ. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ എഴുതേണ്ട ഫോമാറ്റാണ് ലീബെ അല്ലെങ്കിൽ ലീബർ. ഫീമെയിൽ ആണെങ്കിൽ ലീബെ, മെയിൽ ആണെന്നുണ്ടെങ്കിൽ ലീബർ എന്ന് പറഞ്ഞിട്ട് നെയിം എഴുതുക. ലാസ്റ്റ് ലീബെ ഗ്രൂസെ ക്രോളോപ്പ്, അതുപോലെ
അതുപോലെ ഇഷ് വാട്ടെ ഓഫ് ദൈന ആൻഡ് വോട്ട്. ഇഷ് വാട്ടെ ഓഫ് ദൈന ആൻഡ് വോട്ട് എന്ന് നമുക്കിതുപോലെ എല്ലാ ലെറ്ററിലും ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാകും എന്ത് ഇൻസ്റ്റാഗ് ടൈമും എപ്പോഴാണ് ബർത്ത്ഡേ പാർട്ടി എവിടെ വെച്ചാൽ അതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അതന്നെ എടുത്ത് എഴുതിയാൽ മതി. പക്ഷെ വരാൻ പറ്റില്ല. ലൈഡർ കനിഷ് നിഷ്ട് കൊമ്മൻ ഇതാണ് നമ്മൾ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. പിന്നെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് സൈനർ ഗബുർസ്റ്റാഗ് ഫെയർ എന്നാണ്. അത് മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഡൈനർ എന്നാക്കുക. കാരണം ക്വസ്റ്റ്യനിൽ കൊടുത്തേക്കുന്നത് അവൻ്റെ ബർത്ത്ഡേ പാർട്ടി എന്നാണ്. പക്ഷെ നമ്മൾ അവന് ലെറ്റർ എഴുതണം. അപ്പോൾ നമ്മൾ എന്ത് പറയണം, നിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡൈനർ ആക്കണം. ബാക്കി നമ്മൾ ആഡ് ചെയ്യുക ലൈഡർ കനിഷ് നിഷ് കൊമ്മൻ. ദെൻ നമ്മൾ റീസൺ പറയാം. ദെൻ ഇഷ് ഹാബെ ഐനൻ ടേമിൻ ബൈം ആർട്സ്. എനിക്ക് എന്തുണ്ട്, ഡോക്ടർ അടുത്തൊരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്. ദെൻ അതിന് ശേഷം പറയുക പിന്നെ ഇപ്പോൾ വരാൻ പറ്റും, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ, ഞാനൊരു കേക്ക് കൊണ്ടുവരാം, പിന്നെ നിൻ്റെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഫോമാറ്റ് ലീബെ ഗ്രൂസെ, നിങ്ങളുടെ നെയിമല്ല ഇതിലൊരു നെയിം എഴുതാം. അപ്പോൾ ഇത്രയുമാണ് ടൈൽ 2-ൽ നമുക്ക് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി വരുന്നത്. 30 വേർഡ്സ് ഉണ്ടായാൽ മതി ലെറ്റർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ലെറ്റർ എഴുതേണ്ട ഒരു ഫോമാറ്റ്. ഓക്കെ, അപ്പം നമ്മൾ ഷ്രൈബൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ലേസൺ എങ്ങനെയാണെന്നാണ്. ഓക്കെ, ലേസൻ്റെ ഒരു ഔട്ട്ലൈൻ ആണ് പറയാൻ പോകുന്നത്. നമുക്ക് ലേസൺ വരുന്നത് 25 മിനിറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളോട് റിഷ്ടിക് ആണോ ഫാൾഷ് ആണോ എന്നുള്ളത് മാർക്ക് ചെയ്യാനാണ്. ഓക്കെ, ഈ ഒരു പാരാഗ്രാഫ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് റിഷ്ടിക് ആണോ ഫാൾഷ് ആണോ എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് മാർക്ക് ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ടൈൽ നമുക്ക് ലേസണിൽ 3 ടൈലാണ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ടൈൽ എന്ന് പറയുന്നത് ഒരു പാരാഗ്രാഫ് ഉണ്ടാകും, അത് വായിച്ചിട്ട് എന്ത് ചെയ്യുക, അതിനകത്ത് ആൻസർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ഫസ്റ്റ് ടൈലിൽ വരുന്നത്. ഇനി സെക്കൻഡ് ടൈൽ വന്നിട്ട് ഇതുപോലെ സൈറ്റുകൾ കൊടുത്തിട്ടുണ്ടാകും. നോക്ക്, എൻ്റെ മേലെ കണ്ടോ ഓരോ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടാകും. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻ മേലെ കൊടുത്ത് നിങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. നിങ്ങളൊരു ബർത്ത്ഡേ പാർട്ടി നടത്തുകയെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 7 പീപ്പിൾസിനെ കൊള്ളുന്ന ഒരു റൂമാണ് വേണ്ടത്, ഒരു അല്ലെങ്കിൽ ഒരു പ്ലേസ് ആണ് വേണ്ടതെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ടാവും, www എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഇവിടെ ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഒരു സൈറ്റിൽ പറഞ്ഞിട്ടുണ്ടാകും ഇവിടെ എത്രയാ അൺലിമിറ്റഡ് ആൾക്കാരെ കൊള്ളുന്ന ഒരു പ്ലേസ് ആണ്, അല്ലെങ്കിൽ ഇവിടെ എന്ന് പറയാണ് ലിമിറ്റഡ് പീപ്പിൾസ് മാത്രമേ കൊള്ളത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 7 പീപ്പിൾസിന് മാത്രമേ കൊള്ളത്തുള്ളൂ, അങ്ങനെ ഒരു പ്ലേസ്. അപ്പോൾ 2 വെബ്സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇത് രണ്ടും വായിച്ചിട്ട് ഇതിൽ നിന്ന് ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും എന്ത് നിങ്ങൾക്ക് വേണ്ടത് ഏതാണ്, ഒരു 7 പീപ്പിൾസിനെ കൊള്ളുന്ന അല്ലെങ്കിൽ ലിമിറ്റഡ് പീപ്പിൾസിനെ കൊള്ളുന്ന ഒരു പ്ലേസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്ത് ചെയ്യുക, അത് ഇതിൽ ഏത് വെബ്സൈറ്റ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഇങ്ങനെ ക്രോസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയല്ല, ഇത് കറക്റ്റ് ഇതിനകത്ത് തന്നെ ക്രോസ് ചെയ്യണേ. ഞാൻ ഈ പെന്നോട് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഔട്ട്ലൈനിൽ പോകുന്നത്. ഓക്കെ, അതേപോലത്തെ സെയിം ഒരു 5 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടാകും ടൈൽ 2-ലും. ദെൻ ടൈൽ 3. ടൈൽ 3 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ടൈൽ പോലെ തന്നെ ഒരു പോസ്റ്റർ പോലെ സാധനം ഉണ്ടാകും. ഇത് വായിച്ചിട്ട് റിഷ്ടിക് ആണോ ഫാൾഷ് ആണോ എന്ന് മാർക്കാനായിരിക്കും ടൈൽ 3-ലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ലേസൻ്റെ കേസിൽ വരുന്നത്. 3 ടൈലാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ടൈലും തേർഡ് ടൈലും റിഷ്ടിക് ആണോ ഫാൾഷ് ആണോ എന്ന് മാർക്ക് ചെയ്യാനാണ്. സെക്കൻഡ് ടൈൽ ഏത് വെബ്സൈറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ആ കണ്ടീഷനോട് കൂടി വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ അടുത്തതെന്ന് പറയുന്നത് സ്പ്രഹനാണ്. സ്പ്രഹനിൽ നമുക്ക് 3 ടൈലാണ് വരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ടൈൽ എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രോ പറയാനാണ്. ഓക്കെ, സെൽഫ് ഇൻട്രോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ ഇഷ്ബിൻ നാസിനി, ദെൻ നമ്മുടെ ഏജ് പറയുക, ഏജ് എത്രയാണെന്ന് പറയുക, ഏതിവിടെ നിന്ന് വരുന്നു എന്ന് പറയുക, ഇപ്പോൾ എവിടെ താമസിക്കുന്നു, അതുപോലെ ഏതൊക്കെ ലാംഗ്വേജസ് അറിയും അല്ലെങ്കിൽ ഏതൊക്കെ ലാംഗ്വേജസ് സംസാരിക്കും, അതുപോലെ ബറൂഫ് ജോബ് എന്താണ്, ഇനിയിപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് എഴുതാം. ഓക്കെ, ദെൻ ഹോബി എന്താണ്, ഇത്രയും അടങ്ങിയിട്ടുള്ള ഒരു സെൽഫ് ഇൻട്രോ പറഞ്ഞിരിക്കണം. ഓക്കെ, സെൽഫ് ഇൻട്രോ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. സ്വിച്ച് ഫോർ സില്ലൻ എന്ത് ചെയ്യുക, പറഞ്ഞിരിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്തുണ്ടായിരിക്കണം, ആ സെൽഫ് ഇൻട്രോയിൽ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേപ്പർ എക്സാമിന് ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് തരും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ഇൻട്രോയിൽ ഇതല്ലാണ്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതെല്ലാം വേണം നിർബന്ധമില്ല. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ പോയിന്റ്സ് മൊത്തം സെൽഫ് ഇൻട്രോയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ബറൂഫിന് പകരം ബറൂഫ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കാം. ആൻഡ് ഹോബി ഇല്ല, അല്ലെങ്കിൽ സ്പ്രാഹനില്ല, വോനോർട്ടില്ല, ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നും കട്ടായി പോകരുത്. ഇതിനകത്ത് കൊടുത്ത ഈ പോയിന്റ്സ് മൊത്തം ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ സ്പ്രഹൻ ടൈൽ 2 വന്നിട്ട് ടൈൽ 2 എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് കാർഡ്സ് ഉണ്ടാകും. കണ്ടോ, അതിനും കുറച്ചുകൂടി കാർഡ്സ് ഉണ്ട്. ഒരുപാട് കാർഡ്സ് കൊടുത്തിട്ടുണ്ടാവും. ഈ കാർഡ്സ് നോക്കിയിട്ട് നമ്മുടെ തേമ എന്ന് പറയുന്നത് എസ്സൻ ഉണ്ട് ട്രിങ്കൻ ആയിരിക്കും. ആൻഡ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടോപ്പിക് ഉണ്ടാകും. സോൺടാഗ്, ബിയർ, ഹോട്ട്, ലീബിലിംഗ് സെഷൻ, അങ്ങനെ കുറേ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടാകും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് ഇങ്ങനെ ഓരോ കാർഡായിട്ടായിരിക്കും ഉണ്ടാകും. അപ്പം നിങ്ങൾക്ക് ഒരു കാർഡ് തരും. നിങ്ങൾ ഈ കാർഡിൽ തന്നിട്ടുള്ള വേർഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. മീൻസ് വേഫ്രാഗെ ആയിരിക്കണം ചോദിക്കേണ്ടത്. ഓക്കെ,
വേ ഫ്രാഗ് ആയിരിക്കണം ചോദിക്കേണ്ടത്, ഒരു വേ ഫ്രാഗ് ചോദിക്കണം. അപ്പോൾ എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, സ്പ്രഹൻ ടൈൽ 2 എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് കാർഡുകൾ കൊടുത്തിട്ടുണ്ടാകും. ഇത് അല്ലെങ്കിൽ നമുക്ക് കണ്ടോ, ഇങ്ങനെ കുറച്ച് കാർഡ്സ് ഉണ്ടാകും. ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ തരും, നിങ്ങളുടെ ഇൻവിജിലേറ്റർ തരും. അപ്പോൾ ഇതിൽ നിന്നൊരു കാർഡ് നിങ്ങൾക്ക് തരും. ആ കാർഡ് എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന സ്റ്റഡ് പ്ലാൻ എന്ന് പറയുന്ന കാർഡാണെന്ന് വിചാരിക്കും. ഈ കിട്ടിയേക്കുന്ന കാർഡ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു വേ ഫ്രാഗ് ചോദിക്കണം. ഓക്കെ, ഒരു വേ ഫ്രാഗ് ആയിരിക്കണം നിങ്ങളുടെ പാർട്ട്ണറോട് ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ സമയത്ത് കൂടെ ഒരാളും കൂടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടിയേക്കുന്ന ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ കസെ അല്ലെങ്കിൽ ഷൂഹയോ അല്ലെങ്കിൽ ഓബ്സ്റ്റോ എന്തെങ്കിലും വെച്ചിട്ട്, കസെ ഷൂഹ ഓബ്സ്റ്റോ എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു വേ ഫ്രാഗ് നിങ്ങളുടെ പാർട്ട്ണറോട് ചോദിക്കാം. അതായിരിക്കും ടൈൽ 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് സ്റ്റഡ് പ്ലാൻ ആണെന്ന് വിചാരിക്കും. ഇത് വെച്ചിട്ട് ഒരു വേ ഫ്രാഗ് വെച്ചൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചോദിക്കും? നമുക്ക് ഏത് വെച്ച് ചോദിക്കാം? വേറെ വെച്ച് ചോദിക്കാം അല്ലേ? വേറെ എന്നുള്ളത് എങ്ങനെയാണ് ജർമ്മനിൽ പറയാം? വോ. അപ്പോൾ വോ കന്നിഷ് ഐനൻ സ്റ്റഡ് പ്ലാൻ ബെക്കൊമൻ. വേർ ക്യാൻ ഐ ഗെറ്റ് എ സിറ്റി മാപ്പ്? ഓക്കെ, വോ കന്നിഷ് ഐനൻ സ്റ്റഡ് പ്ലാൻ ബെക്കൊമൻ. ഇപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ചിരിക്കുന്നത് വോ വെച്ചിട്ടാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് വെച്ചിട്ട്, ഏതെങ്കിലും വേ ഫ്രാഗ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ കാണുന്ന കാർഡ്സിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കേണ്ടത്. ഓക്കെ, അതുപോലെ കുറേ ഫ്യൂസ് ടു ലീബ്ലിംഗ് സിസ്റ്റം, സോൺ ടാഗ് ബിയർ, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ഏത് കാർഡാണോ ആ കാർഡിലുള്ള വേർഡ് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടത്. അതും വേ ഫ്രാഗ് ആയിരിക്കണം. ഓക്കെ, ടൈൽ 3 എന്ന് പറയുന്നത് ഒരു ബിറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കാനായിരിക്കും. ടൈൽ 3 എന്ന് പറയുന്നത് ബിറ്റേ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടാകും, പെന്ന്, ബുക്ക്, ആപ്പിള്, അങ്ങനെ കുറേ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ബിറ്റേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ. ഇനി അത് മൊഡാൽ വെർബ് യൂസ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ. ഓക്കെ, മൊഡാൽ വെർബ് യൂസ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്ലീസ് ഉണ്ടായിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മെയിൻലി ബിറ്റേ ക്വസ്റ്റ്യൻ എന്നാണ്. അപ്പോൾ പ്ലീസ് ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ അത് മൊഡാൽ വെർബ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പറയാം. പക്ഷേ പ്ലീസ് ഉണ്ടായിരിക്കണം, ബിറ്റേ ക്വസ്റ്റ്യൻ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ആപ്പിൾ ആണെന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ആപ്പിൾ ആണെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാ, ക്യാൻ യു പ്ലീസ് ഗീവ് മീ 1 കിലോ ആപ്പിൾ? ഓക്കെ, അല്ലെങ്കിൽ നമുക്കത് പ്ലീസ് ഗീവ് മീ 1 കിലോ ആപ്പിൾ അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ക്യാൻ യു പ്ലീസ് ഗീവ് മീ 1 കിലോ ആപ്പിൾ എന്ന് പറയും. ഇപ്പോൾ മൊഡാൽ വെർബ് യൂസ് ചെയ്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണ്. അപ്പോൾ എങ്ങനെ പറയും? ക്വനൻ സി മിയ ബിറ്റ് 1 കിലോ ആപ്പിൾ ഗേബൻ. ക്വനൻ സി മിയ ബിറ്റ് 1 കിലോ ആപ്പിൾ ഗേബൻ. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഏതാണോ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ബിറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഇതാണ് സ്പ്രഹൻ്റെ കേസിൽ വരുന്നത്. 3 ടൈലാണ് വരുന്നത്. സ്പ്രഹന് നമുക്ക് ടൈം വരുന്നത് 15 മിനിറ്റ്സ് ആണ്. സ്പ്രഹൻ 3 ടൈലാണ് വരുന്നത്. ഫസ്റ്റ് ടൈൽ എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രോ ചെയ്യാനായിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ ആ ഇൻട്രോഡക്ഷനിൽ നമ്മുടെ സെൽഫ് ഇൻട്രോയിൽ ഉണ്ടായിരിക്കണം. സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കാർഡ് തരും. ഈ കാർഡിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പാർട്ട്ണറോട് ഒരു വേ ഫ്രാഗ് ക്വസ്റ്റ്യൻ ചോദിക്കണം. ആ പാർട്ട്ണർ ഇതിന് ആൻസറും പറയണം. ഓക്കെ, ദെൻ അടുത്തത് മൂന്നാമത്തെ ടൈൽ എന്ന് പറയുന്നത് കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടാകും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബിറ്റേ ക്വസ്റ്റ്യൻ ചോദിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് സ്പ്രഹൻ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹ്യോറൻ ആണ്. ഹ്യോറൻ നമുക്ക് 20 മിനിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ, ഹ്യോറനിൽ നിങ്ങൾക്ക് ഓഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്യും. നിങ്ങൾക്ക് ഒരു ഓഡിയോ പ്ലേ ചെയ്യും. അതിനകത്ത് നിങ്ങൾ കേട്ടിട്ട് കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് മാർക്ക് ചെയ്യണം. ഓക്കെ, മേ ബി ഒരു കോൺവെർസേഷൻ ആയിരുന്നേക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു ഓഡിയോ ആയിരിക്കും. അത് കേട്ടിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഇവിടെ താഴെ കാണുന്ന ഓപ്ഷനിൽ ഏതാണോ കറക്റ്റ് പറഞ്ഞേക്കുന്നത് അത് മാർക്ക് ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഓഡിയോയിൽ ഈ 3 ഇവിടെ കൊടുത്തേക്കുന്ന നമ്പേഴ്സ് ചിലപ്പോൾ 3ഉം പറഞ്ഞിട്ടുണ്ടാവും. ഇനി അതല്ല വേറെ ഓപ്ഷൻ ആണെങ്കിൽ ഇവിടെ കൊടുത്ത 3 ടൈമും ആ ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകും. മേ ബി ഒരു കോൺവെർസേഷൻ ആയിരുന്നേക്കാം. അപ്പോൾ ഒരു കോൺവെർസേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ടൈമും കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ 3 പ്രൈസും കൊടുത്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ 3 എന്താ പറയുക ഫുഡിൻ്റെ പേരും കൊടുത്തിട്ടുണ്ടാകും. ഇതിൽ നിന്ന് നിങ്ങൾ കറക്റ്റ് അവർ പറയുന്നതിൽ നിന്ന് ഏതാണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ നമുക്ക് ഫ്രാവു റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്താണ് കഴിച്ചത്? ഓക്കെ, പോമസ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ബൂസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു കോൺവെർസേഷൻ എന്ന് വിചാരിക്കുക. ഇതിനകത്ത് 3ഉം പറഞ്ഞിട്ടുണ്ടാകും. പോമസ് പുള്ളിക്കാരത്തി ഓർഡർ ചെയ്തു, ഫിഷ് ആണ് പുള്ളിക്കാരത്തി കിട്ടിയത്, പോമസ് കഴിഞ്ഞു പോയായിരുന്നു, ബൂസ്റ്റ് ഓർഡർ ചെയ്തു, പക്ഷേ പുള്ളിക്കാരത്തിയുടെ ഫാദറാണ് കഴിച്ചത്. ഓക്കെ, ഇപ്പോൾ ഈ ഓപ്ഷനിൽ 3ഉം വന്നു എന്ന് വിചാരിക്കും. ഒരു ഓഡിയോ ക്ലിപ്പ് ആയിരിക്കും പ്ലേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഓപ്ഷനിൽ 3ഉം വന്നു. അപ്പോൾ പുള്ളിക്കാരത്തി എന്താണ് കഴിച്ചതെന്നായിരിക്കും ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പോൾ എന്താ പുള്ളിക്കാരത്തി എന്താ കഴിച്ചത്? ഫിഷാണ്. പക്ഷെ നമ്മൾ ആ ഓഡിയോ ക്ലിപ്പിൽ നിന്ന് മനസ്സിലാക്കണം എന്താണ് കഴിച്ചത് എന്നുള്ളത്. ഇപ്പോൾ പോമസിൻ്റെ പേര് പറഞ്ഞു, ഫിഷ് പറഞ്ഞു, ബൂസ്റ്റ് പറഞ്ഞു, 3ഉം പറഞ്ഞു. ഇതിൽ നിന്ന് ഏതാണ് കറക്റ്റ് എന്ന് നമ്മൾ ഓഡിയോ കേട്ടിട്ട് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക, ക്രോസ് ചെയ്യാം. ഓക്കെ, ക്രോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ആയിട്ട് വേണം ക്രോസ് ചെയ്യാൻ. ഒരിക്കലും ഇതിങ്ങനെ പുറത്തേക്കോ അല്ലെങ്കിൽ ഇങ്ങനെയോ ഒന്നും പോവരുത്.
ഈ പോയിന്റിൽ നിന്ന് ഈ എൻഡിലേക്ക് ഇപ്പോൾ ഈ എൻഡിലേക്കും കറക്റ്റ് ആയിട്ട് വേണം ക്രോസ് ചെയ്യാനായിട്ട്. ഓക്കെ, ടൈൽ 1 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അടുത്ത ടൈൽ 2. ടൈൽ 2 എന്ന് പറയുന്നത് ടൈൽ 1 ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ടൈൽ 1 എന്ന് പറയുന്നത് ഓഡിയോ 2 വട്ടം പ്ലേ ചെയ്യും, 2 മാലാണ്. പക്ഷേ ടൈൽ 2 എന്ന് പറയുന്നത് 1 മാലാണ്, ഒരു വട്ടമേ പ്ലേ ചെയ്യത്തുള്ളൂ, ഓഡിയോ ഒരു വട്ടമേ പ്ലേ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഓഡിയോ ഒരു വട്ടമേ പ്ലേ ചെയ്യത്തുള്ളൂ. ദെൻ ഇനി അതിന് എക്സാമ്പിൾസ് നോക്കാം. രണ്ടാമത്തെ ടൈലിൽ ഫാൾസ് ആണോ റിസ്റ്റിക് ആണോ എന്ന് മാർക്ക് ചെയ്യാനായിരിക്കും. ഓഡിയോ കേട്ടിട്ട് ഫാൾസ് ആണോ റിസ്റ്റിക് ആണോ എന്ന് മാർക്ക് ചെയ്യാനായിരിക്കും സെക്കൻഡ് ടൈൽ വരുന്നത്. ഓക്കെ, ഓഡിയോ കേട്ടിട്ട് ഫാൾസ് ആണോ റിസ്റ്റിക് ആണോ എന്ന് മാർക്ക് ചെയ്യാൻ. ദെൻ തേർഡ് ടൈൽ വന്നിട്ട് നേരത്തെ പോലെ തന്നെ ഓപ്ഷൻസ് ഉണ്ടാകും. ഇതും 2 മാല് പ്ലേ ചെയ്യും. സെക്കൻഡ് ടൈൽ മാത്രമാണ് ഒരു വട്ടം പ്ലേ ചെയ്യത്തുള്ളൂ. ഫസ്റ്റ് ടൈലും തേർഡ് ടൈലും 2 ടൈംസ് പ്ലേ ചെയ്യും. ഓക്കെ, ദെൻ ഇപ്പോൾ ഓഡിയോ കേട്ടിട്ട് ഏതാണ് കറക്റ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞ പോലെ 3 ഓപ്ഷൻസ് എന്ത് ചെയ്യും ഓഡിയോനകത്ത് പറയും. അതിൽ നിന്ന് കേട്ടിട്ട് ഏതാണ് കറക്റ്റ് എന്നുള്ളത് ഇതുപോലെ ക്രോസ് ചെയ്യുക. ഓക്കെ ഓക്കെ അപ്പോൾ ഹിയോറിൻ്റെ കേസിൽ ഇത്രയാണ്. 3 ടൈലാണ് വരുന്നത്. ഫസ്റ്റ് ടൈല് നമുക്ക് 2 വട്ടം പ്ലേ ചെയ്യും. അതിനകത്ത് നിന്ന് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് കേട്ടത് ക്രോസ് ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ ടൈല് ഒറ്റ വട്ടേ പ്ലേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് റിസ്റ്റിക് ആണോ ഫാൾസ് ആണോ എന്ന് നോക്കിയിട്ട് ക്രോസ് ചെയ്യുക. ഓക്കെ, തേർഡ് ടൈൽ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഓഡിയോ ക്ലിപ്പ് കേൾക്കും. 3 ഓഡിയോ ക്ലിപ്പ് അവർ വെച്ച് തരും. അപ്പോൾ ഈ ഓഡിയോ കേൾക്കുക, അതിനുശേഷം ഏതാണ് കറക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്രോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ 4 മൊഡ്യൂളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഔട്ട്ലൈനും കാര്യങ്ങളും പറഞ്ഞു തന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, എങ്ങനെയാണ് ലേസൺ വായിച്ച് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ എൻട്രി ആപ്പിനകത്തുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടവർക്ക് അതിനകത്ത് കയറി ചെക്ക് ചെയ്യാം.